വെൽക്കം ടു അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്. അപ്പോൾ തമിഴിൽ കണ്ടപോലെ ചെറിയൊരു വ്ളോഗ്, സൺഡേ വ്ളോഗ്, ചെറിയൊരു ക്ഷേത്ര ദർശനം. ഇന്ന് ചിങ്ങം 2 ചിങ്ങം മുതൽ നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് ചിങ്ങം 1 അറിയാൻ തന്നെ ഉച്ചക്കാൻ കണ്ട. ഓക്കെ. അതുകൊണ്ട് ചിങ്ങം 2 നമ്മൾ അമ്പലത്തിലാണ്, പറശ്ശേരിയിലാണ്. അപ്പൊ നമുക്ക് അത്തേക്ക് ഇപ്പൊ ഏകദേശം സമയത്തേക്ക് ഒരു 7:18. രാവിലെ 5 മണിക്ക് എണീറ്റ് 5 മണിക്ക് ഞാൻ എണീച്ചു. ഒരു 5 മണി നേരത്തെ എണീറ്റിട്ട് അലാറം വെച്ചിട്ട് എന്നിട്ട് ഒരു 6:15 വീട്ടിലിറങ്ങി. ഏകദേശം ഒരു 1.5 hour ഡ്രൈവ് ഉണ്ട്. 1 മണിക്കൂറായില്ല, ഞാൻ മെല്ലെ ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. എത്തിയിട്ടുണ്ട്, പാപ്പിങ്ങൽ വെച്ചു. ഇനിയിപ്പം ഓക്കെ. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബോട്ട് റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഓക്കെ. അങ്ങനെ അവസരം നമുക്ക് ഒരു സ്പോട്ട് കിട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി. മിക്ക ആൾക്കാർ എനിക്ക് വന്ന് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ. ഇപ്പം ഇവിടുന്ന് ആകുമ്പോൾ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലം കിട്ടും. ആൾക്കാർ അമ്പലം ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ പറയുന്നത് ക്ലോസറ്റിലൊരു ഫോട്ടോ. സ്ഥലം കിട്ടിയല്ലോ, എനിക്ക് കഴിക്കണം. പുതിയപ്പത്തിനോടെ കഴിക്കണം. ഇറങ്ങാൻ കുറേ ടൈം എടുക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് ഇറങ്ങുന്നേ, ചായ കുടിക്കണ്ടേ? ഒന്നും പറയുന്നില്ല, ചായ കുടിക്കല. എത്ര സമയമായി ഞാൻ പുറത്തേക്കുന്നത്? 1/2 മണിക്കൂറായി വന്ന്. 5 മിനിറ്റ് ആയില്ലപ്പാ. അപ്പൊ നമ്മൾ തളിപ്പറമ്പിലുണ്ട്. ഇനി പൂരി മസാല ദോശ. ആക്ച്വലി ഞാനും മസാല ദോശ പറഞ്ഞതാണ്. ഓർഡർ എടുത്തിട്ട് പോയിട്ടുണ്ടാവും, മാറ്റി എന്നിട്ട് പൂരി പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങളായി പൂരി കഴിച്ചിട്ട് പൂരി കഴിക്കാന്ന് വെച്ചാൽ മിക്കാതെ ഞാൻ കഴിക്കൂല. സുധിക്കനോട് ഞാൻ മസാല ദോശ കഴിക്കാനാണ് ചേർന്നത്. പിന്നെ കുറെ വർഷമായതുകൊണ്ട് ഒന്ന് വാങ്ങിച്ച് നോക്കാന്ന് വെച്ചാൽ വാങ്ങിച്ചതാണ്. അതെടുത്തോ, ഞാൻ മൊത്തം ഒന്നും കഴിക്കൂല. കഴിച്ച അങ്ങനെ ചായ കുടിച്ചിട്ടാണ് കോഫി ഹൗസ് തളിപ്പറമ്പ. എന്താ അറിയില്ല, കോഫി ഹൗസിലെ ചായ പലഹാരങ്ങൾക്ക് പണ്ടത്തെ ഒരു ഗുമ്മില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചായ കുടിച്ചോട്ടായിട്ടാ. സുധീന്റെ കാര്യമൊക്കെ അറിയില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു.
വന്നു കഴിഞ്ഞാ അങ്ങനെ എന്താ പറയാ പറശ്ശിനി പോയി. അപ്പൊ വീട്ടിലേക്ക് ഒരു 10:15 വീട്ടിൽ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് സമയം ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തു. എന്നിട്ട് പിന്നെ നമുക്ക് ചെറിയ വർക്ക് ഉണ്ടായിരുന്നു, അത് ഷൂട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്തുകൊണ്ടുള്ള വർക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയി. എനിക്കിപ്പോ ഒരു 1.25 കാലമായി. അപ്പോഴാണ് നമ്മള് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മള് വയറ് നിറയണല്ലോ, അത് അന്വേഷിച്ച് നമ്മൾ പോവാണ്. ഇത്തിരി സമയം മേഡത്തിന്റെ വർക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് പോയി. മേഡത്തിന്റെ ജോലി ആയിരുന്നു. ഞാൻ വണ്ടി എടുക്കട്ടെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ നമ്മുടെ ടിപ്പിക്കൽ സൺഡേ. അപ്പൊ ഇനിയിപ്പോ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്രയാണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചയാണ് എവിടെ നിന്ന് കഴിക്കണം എന്നൊക്കെ. ഒരാൾക്ക് ബിരിയാണി വേണമെന്ന് പറയുന്നത്, മറ്റൊരാൾക്ക് മീൽസ് വേണമെന്ന് പറയുന്നത്. അവസാനം എവിടെ എത്തി? മീൽസ് എന്ത് ചെയ്തു? അല്ല, ചില സമയം ബിരിയാണി എനിക്ക് ബിരിയാണി വലിയ ഇഷ്ടമല്ല. അതിലല്ല ചോയ്സ്. എന്റെ ചോയ്സ് ആണോ നിന്റെ ചോയ്സ് ആണോ? നിന്റെ ചോയ്സ്. അല്ല, സുധിന്റെ ചോയ്സ് നമ്മൾ കഴിക്കില്ലേ? എന്റെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സുധിന്റെ ചോയ്സ് ബിരിയാണി കഴിച്ചത്. ഞാൻ പ്രിഫർ ചെയ്തത് എനിക്ക് മീൽസ് കഴിക്കണതാണ്. ബിരിയാണി അപ്പൊ നിന്റെ ചോയ്സ് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം മീൽസ് ആണ്. വെച്ചാല് കുറെ കറിയൊക്കെ അല്ല, എനിക്ക് പണ്ടേ മീൽസിന്റെ എന്ന് വെച്ചാൽ അത് കുറെ കറി ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ മിക്സ് ആയിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവർ ആവില്ല. ബിരിയാണിക്ക് എപ്പോഴും ഫ്ലേവർ ഇല്ല. അപ്പൊ ഓരോ ഹോട്ടൽസിലും ഓരോ കറിക്കും ഓരോ ഫ്ലേവർ. അപ്പൊ എല്ലാം കൂടെ അതിന് ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പ്രയാണത്തിലാണ് ഞങ്ങൾ അവിടെ എത്തിച്ച് കാണിക്കാം ഫുഡ് കിട്ടാൻ. യെസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോവാണ്. പെരുമ്പേന് താഴോട്ടുള്ള ഒരു കുഞ്ഞി കട, ചോറ് കിട്ടുന്ന ഒരു കുഞ്ഞിക്കട. ഇവിടെ ഒരുപാട് ഫിഷൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ ചോറ് മീൻകറി സാമ്പാറ്, പിന്നീട് കടുവ ഫ്രൈ, വറവിൻ്റെ അച്ചാറുണ്ട്, കടിച്ചമ്പറുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ഇത് കഴിക്കാം. ഒരാൾ കഴിച്ചു തുടങ്ങി. ഒരു കുഞ്ഞ് സ്പേസ്, കുഞ്ഞി സ്ഥലം. നമ്മൾ നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് വഴി അപ്പോൾ കഴിക്കട്ടെ. എനിക്കൊക്കെ ഒന്ന് ഫോൺ മാറ്റി അതിനകത്ത് സ്റ്റോറേജ് ചെയ്യാതെ. യെസ്, അങ്ങനെ നല്ലൊരു ഉച്ചയോട് അവിടെ കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര വെയില്, നല്ല വെയില്. മഴ കംപ്ലീറ്റ് സഹിക്കാൻ പറ്റില്ല. പള്ളി പണി കഴിഞ്ഞു, ഇനി പള്ളി അങ്ങനെയായി. വൈകുന്നേരമായി. സംഭവം എന്ന് വെച്ചാൽ നമ്മള് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് ഷൂട്ടൊക്കെ ടയർഡായിരുന്നു. എന്നിട്ട് ഫുഡ് കഴിച്ച് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നമ്മള് 4:30 മൂവിക്ക് കയറി. ഇപ്പം മൂവി കഴിഞ്ഞ് ഇറങ്ങി. മൂവി വാഴ. എന്താ അറിയില്ല, ആശുപത്രി വരുന്ന സമയത്ത് തിയേറ്ററിങ്ങനെ ഇളകി മറിയാണ്. അത് മാത്രല്ല, മൊത്തത്തില് അയ്യോ ചിരിക്കാനുണ്ടായിരുന്നു. സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ഫുൾ കോമഡിയാണ്. ഫുള്ള് ചിരിച്ചിരിച്ചപ്പോ തൊണ്ടൊക്കെ പോയി. ഫുൾ കോമഡി. ഫുൾ ഇടക്കൊന്ന് ഒരു എന്തെത്തുമ്പോഴത്തേക്കും കുറച്ചൊരു സെന്റി ഭാഗമൊക്കെ ഉണ്ട്. അല്ല, ഞാനെല്ലാം കുറെ ഇതിനകത്തെല്ലാം ഇത് ത്രൂ പോയതുകൊണ്ട് എനിക്ക് കുറെ അറിയാം. ആമ്പിള്ളേർ പൊതുവെ അനുഭവിക്കുന്ന കുറെ സിറ്റുവേഷൻ ഇതിനകത്ത് ഇങ്ങനെയായിട്ടുണ്ട്. എല്ലാ ആമ്പിള്ളേർക്കും മനസ്സിലാവും, എനിക്കും മനസ്സിലാവായിരിക്കും. പക്ഷെ ആമ്പിള്ളേറാൻ കുറെ അനുഭവിച്ച ആൾക്കാർ ആമ്പിള്ളേറായിട്ട് റിലേറ്റ് ചെയ്ത കുറെ സാധനങ്ങളുണ്ട്. ഒരു ആവറേജ് സ്റ്റുഡന്റിന്റെയും പിന്നെ ബാക്ക് ബെഞ്ചേഴ്സിന്റെ എല്ലാം ഒരു സ്റ്റോറി പോലെ. അല്ല, ഞാൻ പഠിക്കുന്നത് ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ്. മാർക്ക് ഉണ്ടാവും, പക്ഷെ ഞാനെല്ലാം എല്ലാ കൂട്ടുകെട്ടിലും ഉണ്ടാവുന്നതുകൊണ്ട് നല്ലൊരു ആവറേജ് സ്റ്റുഡന്റ്. അതുകൊണ്ട് ഞാനായിട്ടുള്ള റിലേറ്റ് ചെയ്ത കുറെ സാധനങ്ങളുണ്ട്. എല്ലാരും കാണാം, അഭിപ്രായം പറയാം. എന്താ അറിയില്ല, തിയേറ്ററിങ്ങനെ ഇളകി മറിയാം. ഓക്കെ, കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി എടുക്കട്ടെ. അത്രയും സാധനങ്ങളൊക്കെ 2-3 സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ സാധനം ബില്ലടിക്കാൻ പോകുന്നു. ഒരു സാധനം അതല്ല. അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടാകുമ്പോഴാണ് ഓർമ്മ വന്നത് ഒരു മരുന്ന് മേടിച്ചില്ല. അപ്പം മരുന്ന് മേടിക്കാൻ രണ്ടാമതും ഇങ്ങനെ ഇറങ്ങിച്ചുള്ളത്. അപ്പം നമുക്ക് കുറച്ച് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ ടൗണിലേക്ക്, ഫാർമസിയിലേക്ക്. യെസ്, 10 മിനിറ്റ്. അപ്പം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മരുന്നൊക്കെ മേടിച്ചിട്ട് വരട്ടെ.
എന്റെ കേൾക്കോ പ്രായം കാണിക്കുന്നു. നീ പറയുന്ന അങ്ങനെ 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 കൗണ്ട് ചെയ്ത് വേണ്ടിയതുണ്ട്. അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് കുറച്ച് നടന്നല്ല, കുറച്ച് നിൽക്കാന്ന് നോക്കി ചില്ല് ചെയ്യാണ്. അപ്പൊ പിന്നെ കഴിച്ച് അതിന്റെ കൂടുതൽ ഔട്ടർ കൊടുത്ത് അങ്ങോട്ട് ഇരിക്കാണ്. ഒരു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വീട്ടിൽ പോകണം, കഴിക്കണം, ഫ്രഷ് ആവണം. പിന്നെ അങ്ങനെ ഓക്കെ. രാവിലെ വീഡിയോ എടുത്തോ. എന്റെ പരിപാടിയൊക്കെ നാളെ ആയിരിക്കും. എഡിറ്റിംഗ് പരിപാടിയൊക്കെ നാളെ ആയിരിക്കും. എഡിറ്റിംഗ് മൊത്തം ചെയ്യുന്നത് മേഡാണ്. എന്താ ചെയ്യാ? അല്ല, അത് ആക്ച്വലി ഈ ആൾക്കാർ കാണുന്ന ഈ 1 മിനിറ്റ് വീഡിയോ അതൊക്കെ എല്ലാവരും ചോദിക്കും, ഓ 1 മിനിറ്റ് അല്ലേ എത്ര വട്ടം കഴിയാം. പക്ഷെ അത് ചെയ്യാനാ ബുദ്ധിമുട്ട്. 1 മിനിറ്റുള്ള വീഡിയോ ചെയ്യാൻ അതിന് അത്ര മണിക്കൂർ എടുക്കുന്നുള്ളത് ഒരാൾക്കും അറിയില്ല. അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാം. ഈ വ്ളോഗും ഇതുപോലത്തെ റീൽസ് ഒക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടാണ്. എത്ര സമയം എടുക്കുന്നുള്ള ഒരു ചെറിയ, നമ്മൾ ചിലപ്പോൾ ഒരു സെക്കൻഡ്, ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് കാണുന്ന വീഡിയോ തന്നെ എത്ര മണിക്കൂർ എടുക്കുന്നുള്ളത് ചെയ്യാൻ. ടാബിലാണെങ്കിൽ ലോഡ് പറയും. അങ്ങനെ രാവിലെ കുറച്ച് വർക്കിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എഡിറ്റ് ചെയ്യണം. അത് എപ്പോ ചെയ്ത് 2 സെക്കൻഡാ. നാളെ മറ്റന്നാളെ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഈ സൺഡേ വ്ളോഗ് എപ്പോഴും സൺഡേ വ്ളോഗ് നാളെ തന്നെ ഇടണം. മൺഡേ ആയതുകൊണ്ട് മൺഡേ ഇടും. സൺഡേ നൈറ്റെല്ലാം എടുത്തിട്ട് ഇടാൻ ചാൻസ് ഇല്ല. നാളെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതായിരുന്നു നമ്മളെ സൺഡേ. ചെറിയ സൺഡേ, വെറുതെ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ചുമ്മാ എടുക്കാൻ തോന്നിയപ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ യൂഷ്വൽ സൺഡേ. അപ്പൊ ഇതുപോലത്തെ വ്ളോഗ് ആ രീതിയിൽ നമ്മൾ ചെയ്യണം എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അത്രയാണ് എന്ത് ചെയ്യാം. ഓക്കെ. വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം, ഉറങ്ങണം. അപ്പൊ ഇതുപോലത്തെയും പിന്നെ പ്രാങ്കും ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ, ലവ് ആൻഡ് പീസ്.